iPhone 17 ഇറങ്ങിയ ഉടനെ എല്ലാം സ്റ്റോക്ക് ഔട്ട്. ഇതിലെടുത്ത് പറയാനൊരു കാര്യം, ക്യാമറ ഒരു രക്ഷയില്ല, വിഷയം സാധനം. പക്ഷെ എന്നാലും ഞാൻ ഈ പ്രൊഡക്റ്റ് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ AI ഫീച്ചേഴ്സ് ഇപ്പോഴും ആപ്പിളിൻ്റെ ഭയങ്കര പിന്നിലാണ്. ഇത്രയും വലിയൊരു കമ്പനി എന്തുകൊണ്ട് ഈ ഫീച്ചർ പിറകിലാണെന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും അതിനുള്ള റീസൺസ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇവർ ഇത്രയും കാലം ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ ബ്രാൻഡിൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുമ്പം പ്രീമിയം, പ്രൈവസി, ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും കയ്യിൽ നിന്ന് പോവും എന്നുള്ളതുകൊണ്ടാണ് മെയിൻലി ഈ ഒരു AI ഫീച്ചേഴ്സ് ഇത്രയും സ്ലോ ആയിട്ട് വരുന്നത്. വേണമെങ്കിൽ ഇവർക്ക് ജെമിനി ആയിട്ടോ GPT ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കൊളാബറേറ്റ് ഒക്കെ ചെയ്ത് AI ഫീച്ചേഴ്സ് ചിലപ്പോൾ കൂടെ അപ്ഡേറ്റ് ആക്കാം. പക്ഷേ ഇവരുടെ ഈ പ്രൈവസി, ഇവരുടെ ഡാറ്റ മൊത്തവും വേറൊരു ടീമിന് ഷെയർ ആവും എന്ന കരുതിയാണ് ആപ്പിളിൻ്റെതായ രീതിയിലുള്ള പരിപാടി മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത് ഇത്രയും മെയിൻലി സ്ലോ ആവുള്ള റീസൺ. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ AI പരിപാടി എല്ലാം ഇവരുടെ പ്രോസസ്സിൽ കൂടി തന്നെ വേറെ കമ്പനിയുമായിട്ടൊന്നും കൊളാബറേറ്റ് ചെയ്ത് അവരുടെ ഡാറ്റ ഷെയർ ചെയ്യാണ്ട് ഇവരുടേതായ രീതിക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യും. അതിനാണ് ഇത്രയും ഡിലേ വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ iPhone 17 ഇറങ്ങുമ്പോഴത്തേക്ക് നോർമലി iPhone 16 ഒക്കെ പ്രൊഡക്ഷൻ നിർത്തുന്നു. iPhone 16 ഇറങ്ങുമ്പോൾ 15 പ്രൊഡക്ഷൻ നിർത്തുന്നു. അതായത് നെക്സ്റ്റ് ലെവലുള്ള AI ഫീച്ചർ ഈ പ്രൊസസ്സറിന് താങ്ങാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ സിറ്റുവേഷൻ. അതാണ് ഈ ഫോണുകൾ ഓരോ തവണയും ഇതിന്റെ പ്രൊഡക്ഷൻ ശരിക്കും നിർത്തിക്കൊണ്ടിരിക്കുന്നത്. മുന്നേക്കാണെങ്കിൽ നമുക്ക് ഒരു ഫോൺ 5-6 കൊല്ലം ഉപയോഗിക്കാം, പക്ഷെ ഇപ്പോൾ അത് പറ്റത്തില്ല. ഇപ്പോൾ ഡാറ്റാസ് എല്ലാം ഔട്ട് സൈഡ് പോയി വരുമ്പോഴത്തേക്കും ഫോൺ മേ ബി ഹാങ് ആവും. അതൊക്കെ ഐഫോണിനെ നല്ല രീതിയിൽ ബാധിക്കും. ഫോൺ ലാഗ് ആവുകയും പ്രൈവസി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആപ്പിൾ അല്ലാണ്ടാവും. ഇപ്പോൾ അതാണ് മെയിൻലി ആപ്പിൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അവരൊരു പ്രീമിയം പ്രൈവസിക്കും വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് AI ഫീച്ചേഴ്സ് അവർ ഒരുപാട് പിന്നിലെന്നല്ല, അവരൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു AI ഫീച്ചറാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? AI ഫീച്ചേഴ്സിൽ ഒരു വിഷയം സാധനമായിട്ട് ആപ്പിൾ വരുമോ?